Pray for generation. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലമുറകൾക്കായി പ്രാർത്ഥിക്കാമെന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ 7ാം ദിനത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിനങ്ങൾ വ്യത്യസ്തമായ 6 ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് സാധിച്ചു. ഇന്ന് ഈ 7ാം ദിനത്തിൽ നമ്മൾ 7ാമത്തെ ജില്ലയായ തൃശ്ശൂരിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. കടന്നു വന്ന ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കുകയും അല്പസമയം നമ്മുടെ തലമുറകളുടെ വിടുതലിന് വേണ്ടി തലമുറകളെല്ലാവരും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പോകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈ ഇന്നത്തെ പ്രാർത്ഥനാ സംഗമം നമുക്ക് ആരംഭിക്കാം. കർത്താവിൻ്റെ ദാസൻ കോളിൻസ് മുൻപോട്ട് കടന്നു വന്ന് ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ വേർതിരിച്ചിരിക്കുന്ന ഈ സമയം കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥന വരുന്ന തലമുറകളുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് അടിയനവിടത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന തലമുറകളും അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവപാതയിൽ അവരുമായി തീരുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് അടിയനവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ നിമിഷം മുതൽ അവസാനിപ്പിക്കുന്ന നിമിഷം വരെയും തിരുസാരത്തിന് മറവിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണമെന്ന് അടിയനവിടത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല ആലോചനകളെ ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രേ ഫോർ ജനറേഷൻ എന്ന ഈ പ്രൊജക്റ്റിൽ, ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ 6 ദിനങ്ങൾ നമ്മൾ ഓരോ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ജില്ലകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തിയിടം മുതൽ തന്നെ അടുത്ത ഒരു ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയാണ്. തൃശ്ശൂർ ജില്ലയെപ്പറ്റി ഉള്ള വിവരണങ്ങൾ, തൃശ്ശൂർ ജില്ലയിലെ കാര്യങ്ങൾ ഒക്കെ പിന്നാലെ കാര്യങ്ങൾ വ്യക്തമാക്കും. എന്നാൽ ഈ പ്രാരംഭ സമയത്ത് ഈ ഓൺലൈൻ മീഡിയയിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലൊരു അനുഗ്രഹത്തിന് കാരണമായി തീരണം. അപ്പോൾ തന്നെ നമ്മുടെ തലമുറകൾക്ക് അതൊരു വലിയ വിടുതലിന് കാരണമായി തീരണം. തീർച്ചയായും ഈയൊരു പ്രോഗ്രാമിലൂടെ അനേക തലമുറകൾ ദൈവത്താൽ വിടുവിക്കപ്പെടേണ്ടതിനു വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സമയമാണ്. കർത്താവിൻ്റെ ദാസൻ ബ്രദർ സ്റ്റാൻലി എബ്രഹാം റാന്നി, അപ്പോൾ തന്നെ ബ്രദർ സ്റ്റെഫിൻ, അവർ ഒരുമിച്ച് അല്പസമയം പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരിക്കൽ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരും നശിച്ചു പോകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ പാതയിലൂടെ നടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുന്ന ദിനങ്ങളായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ഒരു ഗാനത്തിന് ഈരടികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, എല്ലാ സ്ഥലങ്ങളിലും യേശുവിൻ്റെ സ്നേഹമെത്തണം. എല്ലാ ജനങ്ങളിലും യേശുവിൻ്റെ സ്നേഹമെത്തണം. എൻ്റെ ഭാരതം ഉണരണം. ആ കർത്താവിൻ്റെ സ്നേഹം എല്ലാവരും അനുഭവിച്ചറിയണം. നാം അനുഭവിച്ച
സന്തോഷം, സമാധാനം മറ്റുള്ളവരും അറിയണം. നമുക്ക് ഒരുമിച്ച് ഈ ഗാനത്തിൻ്റെ ഈരടികൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ്റെ ഭാരതം യേശുവെ അറിഞ്ഞിടട്ടെ. എൻ്റെ ഭാരതമേശുവെ അറിഞ്ഞിടട്ടെ, എൻ്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമനദീൻ, ദാദ്ര, നാഗർ ഹവേലി, ആൻഡമാൻ, നിക്കോബാർ, ചണ്ഡീഗഡും യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ, ഉച്ചനീചത്വങ്ങൾ തകർന്നിടട്ടെ, അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ, ഉച്ചനീചത്വങ്ങൾ തകർന്നിടട്ടെ. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിയിടട്ടെ, ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിയിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമനദീൻ, ദാദ്ര, നാഗർ ഹവേലി, ആൻഡമാൻ, നിക്കോബാർ, ചണ്ഡീഗഡും യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. ചെറുമള ഓ യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. പോർക്കളത്തിൽ നിൽക്കും സോദരർക്കായി പ്രാർത്ഥനയിൽ പോരാടിടുമോ, ധനവും ശേഷിയും ഉള്ളവരെ പിന്നിൽ നിന്നും സഹായിക്കുമോ, പോർക്കളത്തിൽ നിൽക്കും സോദരർക്കായി പ്രാർത്ഥനയിൽ പോരാടിടുമോ, ധനവും ശേഷിയുമുള്ളവരെ പിന്നിൽ നിന്നു സഹായിക്കുമോ. ഭാരതം രക്ഷകൻ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിയിടട്ടെ, ഭാരതം രക്ഷകൻ
കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിയിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമനദീവ്, ദാദ്ര, നാഗർ ഹവേലി, ആൻഡമാൻ, നിക്കോബാർ, ചണ്ഡീഗഡും ഓ യേശുവേ അറിഞ്ഞിടട്ടെ. ആമേൻ. യേശുവിനായി തീരട്ടെ. ചേർന്ന് പാടാം. യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. എന്റെ ഭാരതമേശു അറിഞ്ഞിടട്ടെ, എന്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമനദീവ്, ദാദ്ര, ഹവേലി, ആൻഡമാൻ, നിക്കോബാർ, ചണ്ഡീഗഡും ഓ യേശുവേ അറിഞ്ഞിടട്ടെ, ഓ യേശുവിനായി തീരട്ടെ. ചേർന്ന് പാടി. ഓ യേശുവേ അറിഞ്ഞിടട്ടെ. ഹല്ലേലൂയ. യേശുവേ അറിയട്ടെ, യേശുവിനായി നമ്മുടെ ഭാരതം യേശുവേ അറിയട്ടെ. ഓ യേശുവേ അറിഞ്ഞിടട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുവിനെ അറിയട്ടെ. ഹല്ലേലൂയ. യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ. ഹല്ലേലൂയ. യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ. ആമേൻ. യേശുവിനായി തീരട്ടെ. ആമേൻ. യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. നമ്മുടെ ഭാരതം യേശുവെ അറിയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ പ്രാർത്ഥന അനേക കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ ലഭിക്കുന്ന ദിനമാക്കി മാറ്റട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ നാം കാണുന്നു, യേശു പ്രാർത്ഥിച്ചു. കഷ്ടതയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഒരു യേശുവുണ്ട്. അടുത്ത നിമിഷം തൻ്റെ ജീവിതത്തിൽ, യേശുവിൻ്റെ ജീവിതത്തിൽ വേദനയുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. കണ്ണ് കെട്ടി അടിക്കുമെന്നും മുഖത്ത് കാർക്കിച്ചു തുപ്പുമെന്നൊക്കെ യേശുവിന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അതിൻ്റെ നടുവിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഒരു യേശുവിനെ ദൈവവചനത്തിൽ കാണുന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സമയം വേർതിരിക്കാം. ദൈവമക്കളെ, കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ നശിക്കാതിരിക്കാൻ, അവർ ദൈവകൃപയിൽ നിൽക്കുവാൻ, വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ, അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. യേശു പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രി മുഴുവൻ
പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരണം എന്നുമേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരണം എന്നുമേ. യേശുവേ, നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ഓ യേശുവേ, നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യരാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാ നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാ നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. യേശുവേ, നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രാർത്ഥിപ്പാനും ഉണരാനും ശക്തി തരണം എൻ പ്രഭോ. നാം വെറുതെ പാടി നിർത്തുകയല്ല, നമുക്ക് ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, പ്രാർത്ഥിപ്പാനും ഉണരാനും ഉള്ള കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ നാം ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയൊന്നും വൃഥാവായി പോകത്തില്ല. അത് അനേക കുഞ്ഞുങ്ങളുടെ ഇടയിൽ അനേക കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും, ഒരു വിടുതലായി മാറും. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, യേശു പ്രാർത്ഥിച്ചതുപോലെ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ, വേദനകൾ നിറഞ്ഞ ലോകത്തിൽ കർത്താവേ, അതിനൊക്കെ നടുവിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. അതിനുവേണ്ടി ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. താങ്ക് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം പാടിയതുപോലെ നമ്മുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ ഒരു പ്രേ ഫോർ ജനറേഷൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഭാരതം മുഴുവൻ യേശുവിനെ അറിഞ്ഞിടട്ടെ. നമ്മുടെ കേരള മുഴുവൻ, നമ്മുടെ ഓരോ ജില്ലകൾ, നമ്മുടെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോലുമുള്ള അവിടെയുള്ള നമ്മുടെ തലമുറകൾ എല്ലാവരും യേശുവിനെ അറിഞ്ഞിടട്ടെ. നമ്മുടെ ഈ 7-ാം ദിനത്തിലേക്ക് നമ്മൾ
വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുകയാണ്. കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി വന്ദനത്തെ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിപ്പാൻ, കൂടുതൽ ഉറ്റിരിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. തുടർന്ന് അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം പോകുകയാണ്. കഴിഞ്ഞ ദിനങ്ങളൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നാം കേട്ടു. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകൾക്കൊക്കെ ഒരു വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഞാൻ ഏറെ ബഹുമാനിക്കുകയും കർത്താവിൽ പ്രസിദ്ധനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് എം പുളിവേലിലാണ് ഇന്ന് പകലിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ എക്സൽ VBSനെ സംബന്ധിച്ച്, എക്സൽ മിനിസ്ട്രീസിനെ സംബന്ധിച്ച് വളരെ ആത്മബന്ധവും അപ്പോൾ തന്നെ ഒത്തിരിയധികം പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിപ്പാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. എക്സൽ VBSൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം പ്രിയ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ തന്നെ മുൻ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി കൂടെയായിരുന്നു. അപ്പോൾ തന്നെ PCIയുടെ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നു. സഭാ ശുശ്രൂഷയിലും ഒക്കെ വളരെ ഈ നാളുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ തുടർന്ന് നമ്മളോട് അല്പസമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്നും ഷെയർ ചെയ്യും. ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി നമുക്ക് കാതോർക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വർഗപിതാവിൻ്റെ മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹ നിമിഷത്തിൽ വാഴ്ത്തപ്പെടട്ടെ. എക്സൽ VBSൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രേ ഫോർ ജനറേഷൻ എന്ന ഈ പ്രോഗ്രാമിൽ ഓൺലൈനായി നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ്. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ 14 ദിവസമായി നടക്കുന്ന പ്രോഗ്രാമോടനുബന്ധിച്ചാണല്ലോ ഇപ്രകാരം ഒരു പ്രോഗ്രാം കൂടി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിഷയമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം ഈ കാലഘട്ടം അത്ര ദുഷ്കരമായൊരു കാലഘട്ടമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന വളരെ പരമപ്രാധാന്യമുള്ള വിഷയമാണ്. തന്നെയായ പൗലോസ്ലീഹ തെസ്സലോനിക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 16, 17, 18 3 വാക്യങ്ങൾ 3 കാര്യങ്ങൾ പറയാൻ വേണ്ടി മാറ്റിവെച്ചു. അതിപ്രകാരമാണ്: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ 3 വാക്യം ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് മാറ്റിവെച്ചത് എൻ്റെ പ്രോട്ടോക്കോൾ വ്യവസ്ഥ പ്രകാരം തന്നെയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ള വിഷയത്തിന് വേണ്ടി ഒരു വാക്യം മുഴുവനായി മാറ്റിവെക്കുക. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെ തലമുറകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലമുറകൾ ക്രിസ്തുവിൽ വളരേണ്ട വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പ്രധാനമായി 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ അറിവ് അവർ നേടിയിരിക്കണം. ദൈവവചനത്തിൽ വ്യക്തമായ അഭ്യാസം അവർക്ക് ആവശ്യമാണ്. 2, ആഴമായൊരു ദൈവസ്നേഹം അവരുള്ളിൽ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 3ാമതായി, വ്യക്തിപരമായി പ്രാർത്ഥനാശീലമുള്ളവരായിരിക്കണം. എല്ലാ കുടുംബങ്ങളും കുടുംബ പ്രാർത്ഥനയുണ്ട്, സഭകളിൽ പ്രാർത്ഥനകളുണ്ട്. എന്നാൽ അതിലൊക്കെ അപ്പുറമായി കുഞ്ഞുങ്ങൾ വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അവരെ പരിശീലിപ്പിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യം കർത്താവായ യേശുക്രിസ്തു തന്നെ, നമ്മുടെ ഗുരുനാഥനുമായ നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗങ്ങൾ വ്യക്തമായി പറയുന്നത് പ്രാർത്ഥിക്കാനാണ്. എന്നാൽ 1-ാം വാക്യം ഇങ്ങനെ കാണുന്നു:
ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് കർത്താവായ യേശുക്രിസ്തു അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ വിധവയുണ്ടായിരുന്നു. അവളെൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം വായിക്കട്ടെ. അതിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ഉപമയായി നമ്മൾ സംസാരിക്കുന്ന ഒരു വേദഭാഗം ആണ്. ഇവിടെ വിധവയായൊരു സ്ത്രീ, ഇത് കേവലം ഒരു കഥാപാത്രമല്ല, കേവലം ഒരു വ്യക്തിയെക്കുറിച്ചല്ല കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. മറിച്ച് മാനവകുലത്തിൻ്റെ ചരിത്രം മുഴുവൻ ഇവിടെ അനലൈസ് ചെയ്തിരിക്കുന്നത് കാണുവാൻ കഴിയും. മനുഷ്യകുലത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവകൃപ നഷ്ടപ്പെട്ട് വിധവയായി തീർന്ന ഒരു പഴയ നിയമസഭ. കാലാകാലങ്ങളവിടെ നിലവിളി ഒന്ന് മാത്രമായിരുന്നു, പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണം. തലമുറകളായി ഭക്തന്മാർ ദൈവത്തോട് നിലവിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവമേ ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് വേണം. സങ്കീർത്തനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയോടെ ദാവീദ് നിലവിളിക്കുകയാണ്, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് വേണം, ഒരു വിടുതൽ വേണം. ഈ പാതാളത്തിൽ ഞങ്ങളെ ആരെ വിടുവിക്കും? ആ നിലവിളിയുടെ ശബ്ദമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിറവേറുവാനിടയായിത്തീർന്നത്. തലമുറയായി പഴയ ഭക്തന്മാർ നിലവിളിച്ചു, ഞങ്ങളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ, രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവെ സ്വർഗത്തിൻ്റെ പ്രോഗ്രാം പ്രകാരം കാലത്തിൻ്റെ തികവിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അത് നിറവേറപ്പെടുവാനിടയായിത്തീർന്നു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി പാപവും ശാപവും രോഗവും നീക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. കഷ്ടാലിലൂടെ കടന്നുപോയി അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകി, നമ്മുടെ ശാപം നീക്കി, നമ്മുടെ രോഗത്തിന് പരിഹാരം വരുത്തി, നിത്യൻ്റെ ജീവൻ നമുക്കായ ദൈവം നൽകി. മനുഷ്യൻ്റെ പാപവും ശാപവും രോഗവും അടക്കമുള്ള അടിമത്തം മാറ്റി പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി മാനവകുലത്തെ കർത്താവ് രക്ഷിപ്പാനിടയായിത്തീർന്നു. ക്രൂശിൽ വെച്ച് പ്രതിയോഗിയായ സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് മാനവകുലത്തിന് ഉദ്ധാരണം കർത്താവായ യേശുക്രിസ്തു നിർവഹിപ്പാനിടയായിത്തീർന്നു. നിങ്ങളുടെ ശ്രദ്ധയെ പഴയ നിയമ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യ ഭാഗം കൊണ്ട് വായിക്കട്ടെ. 1-ാം വാക്യം വായിക്കുമ്പോൾ, പ്രവാസിഷ്യന്മാരുടെ ഭാര്യമാരിലൊരുത്തി എലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതേയും ഒരു കാലഘട്ടത്തെക്കുള്ള സംഭവമല്ല, അത് ചരിത്ര സംഭവമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ ആ സംഭവം രേഖപ്പെടുത്താനുള്ള കാരണം ഇത് സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു ആത്മീയ സത്യമായതുകൊണ്ടാണ്. ഇവിടെ ഇതാ കടക്കാര് പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് തലമുറകളെയാണ്. നേരത്തെ നമ്മുടെ രാത്രി ഈ പകലിലെ ചിന്താവിഷയവും അതുതന്നെയാണ്, പ്രേ ഫോർ ജനറേഷൻ. പലപ്പോഴും നമ്മൾ ചുറ്റുപാട് കണ്ണോടിച്ച് നോക്കുമ്പോൾ ശത്രുവായവൻ കൂടുതലായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന തലമുറകളെയാണ്. ഒരു സഭയുടെ സൂക്ഷികൻ എന്നുള്ള നിലയിൽ, വിവിധ സഭകൾ സൂക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അനുഭവത്തിലൂടെ അറിയാൻ കഴിയും. പലപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നതൊക്കെ തലമുറകളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനാണ്. തലമുറയെക്കുറിച്ച് വേദനപ്പെടുന്ന മാതാപിതാക്കളാണെന്ന് ഭൂരിപക്ഷവും. കാരണം തലമുറകളെല്ലാം പിടിവിട്ടു പോകുന്നൊരു കാഴ്ചയാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് വളരെ ശക്തമായി നടക്കുന്ന കാണുവാൻ കഴിയും.
ഇന്നത്തെ ലോകത്തിലെ സാഹചര്യങ്ങൾ, മീഡിയയുടെ വളർച്ച, നാർക്കോട്ടിക് ജിഹാദ് ഉൾപ്പെടെ മദ്യത്തിനും മയക്കുമരുന്നിനും കുട്ടികൾ അടിമയാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. വിവിധ തലങ്ങളിൽ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം ശത്രുവായൻ ഒരുപാട് കണികൾ ഒളിച്ചു വെക്കുന്ന ഒരു കാലത്ത് ഇതാ പഴയ നിയമത്തിൽ നാം കാണുകയാണ്, കടക്കാര് എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു പോകാൻ പോകുന്നു. കേൾക്കുന്ന സ്നേഹിതരെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രവാചകന്റെ അടുക്കൽ വന്ന ആ പാവപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു വിടുതൽ ലഭിക്കാനിടയായിത്തീർന്നു. അവിടെ കടം മാറിയത് മാത്രമല്ല, അവിടെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി ആത്മീയമായും ഭൗതികമായും ശാരീരികമായും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ ആ സ്ത്രീക്ക്, അവിടെ കുടുംബത്തിന് ദൈവം ഭാഗ്യമൊരുക്കി. കർത്താവായ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ പ്രവാചകന്റെ അടുക്കൽ, ശ്രേഷ്ഠ മഹാപുരുഷന്റെ അടുക്കൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ഇന്ന് ഈ പകലിൽ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രേ ഫോർ ജനറേഷൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വേദശകലങ്ങൾ നമുക്ക് വളരെ ആധികാരികമായ ഒരു വിഷയമാണ്. തലമുറകളെയാണ് പലപ്പോഴും ശത്രുവായവൻ തകർക്കാൻ, അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു. കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് കർത്താവിനെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അനുഗ്രഹമായ ജീവിതം നയിക്കണമെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനാശീലമുള്ളവരാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതവും ആയ ഒരു കാര്യമാണ്. പ്രാർത്ഥനാശീലമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും ദൈവത്തെ സ്നേഹിപ്പാനും പ്രാർത്ഥനയിൽ വളരുമ്പോൾ മാത്രമേ അവരനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ ഇവിടെ കുഞ്ഞുങ്ങൾ വളരുവാൻ ഈ നാളുകളിൽ ഇടയായിത്തീരട്ടെ. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ ഇങ്ങനെ പ്രാർത്ഥനാ ക്രമീകരണം ചെയ്യുമ്പോൾ, തുടർന്ന് പ്രാർത്ഥന നടക്കുമ്പോൾ ശക്തമായി നമ്മുടെ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ശത്രു ഒരുക്കുന്ന സകല കണികൾ ദൈവം അവരെ സൂക്ഷിപ്പാനായി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പിതാവിൻ്റെ മക്കൾ അവരൊരിക്കലും ആമയായ പൈസലോൾ ദൈവസ്ഥലിൽ അകന്നു പോകാൻ ഇടയായിത്തീരത്തില്ല. ഹന്ന സാമൂഹ്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ശക്തമായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തലമുറ ജനിച്ചു കഴിഞ്ഞും ആ തലമുറയ്ക്ക് വേണ്ടി ശക്തമായി ആമ പ്രാർത്ഥിച്ചു. മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുഞ്ഞിനെ നിവേദ്യമായി കൊടുപ്പാനിടയായിത്തീർന്നു. ദൈവം അതിൽ പ്രസാദിച്ചു. ദൈവം ആ തലമുറയെ അനുഗ്രഹിച്ചു. കാലഘട്ടത്തെ വെല്ലുന്ന, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു ശക്തനായ അഭിഷക്തൻ അവിടുന്ന് ഉയർന്നു വരുവാൻ കൊണ്ടിടയായിത്തീർന്നു. കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ്. എക്സൽ മിനിസ്ട്രീസ് പ്രകാരം ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ജില്ലതോറും ഇങ്ങനെ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് തലമുറയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ഒരു ഉണർവുണ്ടാകട്ടെ ഞാൻ ആഗ്രഹിക്കുക. നിശ്ചയമായും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ബോധത്തിനായി പ്രയോജനപ്പെടും. ദൈവം അവരെ ഉപയോഗിക്കും. കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി നാം ആദ്യം കേട്ടതാണ്. പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. നിരന്തരമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്യുമ്പോൾ ശത്രു അവരെ തൊടാതെ വണ്ണം, ശത്രു അവരെ കാണാതെ വണ്ണം അവർക്ക് വേണ്ടി സ്തോത്രം സൂക്ഷിപ്പയക്കുന്നൊരു ദൈവമുണ്ട്. അവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. അതാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത്. പഴയ നിയമത്തിൽ പ്രവാചകൻ ആ സ്ത്രീക്ക് വേണ്ടി എന്ത് ചെയ്തോ അതിൻ്റെ പൂർണ്ണതയാണ് കാൽവറിയിൽ ക്രൂശിൽ നാം കാണുന്നത്. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്ന് പകലിൽ ശക്തമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥന പോലെ അനുഗ്രഹത്തിന് കാരണമായ മറ്റൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വ്യക്തിപരമായി പ്രാർത്ഥനാശീലമുള്ളവരാക്കി തീർക്കണം. അതിനാവശ്യമായിരിക്കുന്നത് ദൈവസ്നേഹം ഉള്ളിലേക്ക് ധാരാളമായി കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആ ദൈവിക പരിപാലനത്തിൻ്റെ ആധികാരികത നമ്മുടെ കുഞ്ഞുങ്ങളെ ഭംഗിയായി പഠിപ്പിച്ചെടുക്കേണ്ടത് അത്യന്താപേക്ഷിത ഒരു കാര്യമാണ്. അതാണ് എക്സൽ മിനിസ്ട്രീസ് ഉൾപ്പെടെ എക്സൽ VBS ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൗണ്ട് പ്രസ്ഥാനങ്ങൾ അതിനുവേണ്ടി വളരെയധികം അധ്വാനിക്കുന്നു. അപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞുങ്ങളെ ആ ദൈവസ്നേഹത്തിൽ വചനം പഠിപ്പിച്ച് നിശ്ചയമുള്ളവരായി
ദൈവസ്നേഹത്തിൽ വളർത്തുമെങ്കിൽ, പ്രാർത്ഥനാശീലമായി ഉള്ളവരായി വളർത്തുമെങ്കിൽ വരും തലമുറ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വമായവർ തീരുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഭാരതീയ സുശേഷീകരണത്തിന്, ലോക സുശേഷീകരണത്തിന് പോകുന്ന 7 വൻകരകളിൽ വലിയ ഉണർവിന് നമ്മുടെ കുഞ്ഞുങ്ങൾ കാരണമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. ഓർത്ത് പ്രാർത്ഥിക്കാം. പോകുന്ന 7 വൻകരകളിലായി ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അതിനായി ആഹ്വാനം ചെയ്യുന്നു. അവസരം തന്ന എക്സൽ VBSൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളോട് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. താങ്ക് യു കർത്താവിനദാസനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മളുമായി പങ്കുവെക്കുവാൻ പ്രിയ കർത്താവിനദാസനെ ദൈവം ബലപ്പെടുത്തിയതോർ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് അല്പസമയം വേർതിരിക്കുകയാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 6 ദിവസം നമ്മൾ 6 ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് 7-ാം ദിനം തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. തൃശ്ശൂർ ജില്ലയുടെ വ്യത്യസ്ത ദേശങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളെ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. തൃശ്ശൂർ ജില്ലയിലുള്ള 254 വില്ലേജുകൾ, 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 88 ഗ്രാമപഞ്ചായത്തുകൾ, ഏകദേശം 42 ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ഈ ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരുപക്ഷെങ്കിൽ ഇതൊരു ഓൺലൈൻ പ്രാർത്ഥന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ ആത്മാർത്ഥമായി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് വിടുതൽ ദൈവം നിശ്ചയമായും നൽകിത്തരും. ദൈവവചനത്തിൽ വളരെ കാതലായ ഒരു വിഷയമുണ്ട്. പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയുടെ മറുപടി എത്രയും വേഗം ലഭിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു കാര്യം മറ്റൊന്നുമല്ല, ദൈവവചനത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവത്തിലുള്ള വിശ്വാസം. പക്ഷപാതക്കാരനായ ഒരു മനുഷ്യനെ 3-4 പേര് കൂടി ഒരു കൂര പൊളിച്ച് താഴേക്ക് ഇറക്കുന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് യേശു പറയുന്നൊരു വാക്കുണ്ട്: ഇവരുടെ വിശ്വാസം കാരണം, ഇവരുടെ വിശ്വാസം. അപ്പോൾ തീർച്ചയായും ദൈവത്തോടുള്ള അമിതമായ വിശ്വാസത്തോടെ ഈ അന്ത്യകാലം അടുത്ത് നിൽക്കുമ്പോൾ ഈ നമ്മുടെ ഓരോ തലമുറകൾക്ക് വേണ്ടി നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ തലമുറകളെയും ഓർത്തുകൊണ്ട്, എല്ലാ പഞ്ചായത്തുകളെയും, എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും, എല്ലാ സ്ഥലങ്ങളിലെയും കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമുക്കറിയാം, ഇന്ന് വല്ലാത്തൊരു കാലഘട്ടമാണ്. നമുക്ക് ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആർക്കും ആരെയും തിരുത്താൻ കഴിയാത്ത ഒരു വല്ലാത്തൊരു കാലഘട്ടം. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു തലമുറ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു കുഞ്ഞു പോലും ദൈവ വഴി വിട്ട് മാറിപ്പോകരുത്. നമ്മൾ നമ്മുടേതായ കുഞ്ഞുങ്ങളെ മാത്രമല്ല, നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ: ദൈവഹിതപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടണം. ദൈവഹിതപ്രകാരം അവരുടെ ജീവിതം മുൻപോട്ട് അവർ നയിക്കപ്പെടണം. ഇന്ന് പകലിൽ നമുക്ക് അല്പസമയം കണ്ണുകളെ അടച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് എവിടാണെന്നറിയില്ല എങ്കിലും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒന്ന് സ്തോത്രം ചെയ്യാമോ? തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കുഞ്ഞുങ്ങളുടെയും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ഒരു തലമുറ പോലും ശത്രുവായവൻ കൊണ്ടുപോകാൻ ഇടവരുത്താത്ത നിലയിൽ കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു കവചം, കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ ദൈവം കൂടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ തലമുറകൾക്ക് വേണ്ടി അവരുടേതായ വിദ്യാഭ്യാസത്തിനു വേണ്ടി അവരുടേതായ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും അനേകം ആളുകൾ ഈ മീറ്റിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടാകും. ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു സമസ്ത മേഖലകളുണ്ടാകും, ഏതെങ്കിലും ഒരു പ്രതിസന്ധി മേഖലകളുണ്ടാകും. എന്നാൽ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവം ആ വിഷയത്തിന് മറുപടി അയക്കും. നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ ഡെയ്സി തോമസ് സിസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം.
ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ മനോഹരമായ നിമിഷത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനറേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചാ സ്തോത്രം. ഈ ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ലോകത്തിനും ലോകക്കാർക്ക് അനുഭവപ്പെട്ടു പോകാതെ ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും ദൈവപരിജ്ഞാനത്തിലും ജീവിപ്പാൻ കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജില്ല അങ്ങ് സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗ്രാമങ്ങൾ, പഞ്ചായത്തുകൾ, എല്ലാ ഗ്രാമപ്രദേശങ്ങളിലുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. അങ്ങയുടെ സ്നേഹം അവിടെ എല്ലാം കടന്നു ചെന്ന് ഓരോ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് കർത്താവെ അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് മനസ്സാന്തരം കൊടുക്കുകയും അനേക രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ജീവൻ്റെ വചനം ഹല്ലേലൂയ സ്തോത്രം അത് ജീവിതങ്ങളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ഈ ലോകത്തിൽ ലോകക്കാർക്ക് അനുഭവപ്പെട്ടു പോകാതെ ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും വളരുവാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. മാതാപിതാക്കളോ പൂർവ്വപിതാക്കന്മാരൊന്നും ചെയ്യുന്ന കുറവുകളൊന്നും തലമുറമേ കണക്കിടാതെ ഈ ലോകത്തിൻ്റെ പിടിയിലെങ്ങും അകപ്പെട്ടു പോകാതെ ദൈവകൃപയിലായി തിരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ ഭരണം നടത്തുന്ന അധികാരികളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീതിയോടെ വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യാനുള്ള കൃപ അവരുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിലെ സ്നേഹം ഓരോരുത്തരും രുചിച്ചറിഞ്ഞ് കർത്താവിനെ മനസ്സിലാക്കി യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുവാൻ തക്കണം എല്ലാവരെയും അവിടെ നിന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമാതിശക്തിയോടെ മഹിമപ്പെടണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ആശ്രയമേശുവിൽ എന്നദീന ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നദീന ഭാഗ്യവാൻ ഞാൻ ആശ്രയമേശുവിൽ എന്നദീന ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നദീന ഭാഗ്യവാൻ ഞാൻ കാൽവറി നാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല കാൽവറി നാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താവായി വാഴുന്നവൻ മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താവായി വാഴുന്നവൻ ആശ്രയം യേശുവിൽ എന്നദീന ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നദീന ഭാഗ്യവാൻ ഞാൻ ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ
ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നദീന ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമ്മുടെ കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു വിഷയം കൂടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് കർത്തൃവേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദേശത്ത് പ്രവർത്തിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്ന ഒത്തിരിയധികം കർത്താവിൻ്റെ ദാസന്മാർ കുടുംബമായി അവിടെ ആയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അവരുടേതായ പ്രവർത്തനങ്ങളെ, സുവിശേഷ വേലകളെ എല്ലാം ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി, പ്രത്യേകമായ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കേണ്ടതിന് വേണ്ടി, അന്ത്യനാളുകളിൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. അപ്പോൾ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രത്യേകിച്ച് എക്സാമുകളൊക്കെ കടന്നു വരുന്നു. അപ്പോൾ തന്നെ +1 +2 പരീക്ഷകൾ, 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഒത്തിരി ആശങ്കയോടൊക്കെ ഇരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. എങ്ങനെ പരീക്ഷ ജയിക്കും, എങ്ങനെ അതൊന്ന് ആ ഒരു കാര്യം മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ഒരുപക്ഷയിലുണ്ടാകും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ പ്രത്യേക ഒരു ജ്ഞാനം, പ്രത്യേകമായ ഒരു ബുദ്ധി ദൈവം ആ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതിന് വേണ്ടി, ഉന്നതമായ വിജയം ദൈവം കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി, എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തൃശ്ശൂർ ജില്ല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജില്ലയായി തീരുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജില്ലയായി തീരുവാൻ, സമാധാനമുള്ള ഒരു ജില്ലയായി തീരുവാൻ നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അനു മാത്യു മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമല്ലോ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉന്നതിന് ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമുള്ള ഞങ്ങളുടെ നല്ല കർത്താവെ, വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞങ്ങൾ കർത്താവെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. അവിടെയുള്ള കർത്താവെ എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കർത്താവെ, ഹല്ലേലൂയ. അവിടെ കർത്താവെ, ഹല്ലേലൂയ, വിശ്വസ്തോടെ കർത്താവിൻ്റെ വേലയിൽ കർത്താവെ, ഹല്ലേലൂയ ആയിരിക്കാൻ എല്ലാ ദേവദാസന്മാരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കർത്താവെ. അവിടെയുള്ള കർത്താവെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, യുവജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ കുഞ്ഞുങ്ങളുടെയൊക്കെയും കർത്താവെ, ഹല്ലേലൂയ, പരീക്ഷയൊക്കെയും കർത്താവെ കടന്നു വരുന്നല്ലോ നാഥ, അതെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്കെല്ലാവരും അനുഗ്രഹമായി തീരുവാൻ സുഖദേവം സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന പിതാവെ, ഹല്ലേലൂയ. കർത്താവെ, അവിടെ കർത്താവായിരിക്കുന്ന ഭരണാധികാരികൾക്കായി സ്തോത്രം ചെയ്യുന്നു, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാവരെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവെ, ഹല്ലേലൂയ, അങ്ങ് സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നേപ്പാ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ, ഞങ്ങളുടെ കർത്താവെ തൃശ്ശൂരിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അതെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജാതികളെ അവകാശമായും ഭൂമിയുടെ ഏറ്റങ്ങളെ കൈവശമായും തരാമെന്ന് എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തമാണല്ലോ കർത്താവെ, ഹല്ലേലൂയ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ കർത്താവെ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് സഹായിക്കണം. തൃശ്ശൂർ ജില്ലയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് കർത്താവെ, ഹല്ലേലൂയ, കർത്താവ് ജില്ലയെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ വിഷയങ്ങളും പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം എല്ലാം വേഗമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് എല്ലാവരുടെയും കരങ്ങൾ ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ച് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ ആ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിച്ചാലും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥന, അത് തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വേഗം കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത്രയും സമയം ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവ സന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചു.
ദൈവവചനത്തിൽ നിന്ന് കേൾപ്പാനൊക്കെ സഹായിച്ചു. ദൈവത്തിനെല്ലാം മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നാൽ ഇതിനോട് ശേഷമായിട്ട് തന്നെ നമ്മുടെ സൂം മീറ്റിംഗ് തുടർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയത്തെ ക്രമീകരിക്കുന്നുണ്ട്. നിശ്ചയമായും നിങ്ങൾ എല്ലാവരും കഴിയുന്നവർ ആ സൂം മീറ്റിങ്ങിലൂടെ പങ്കെടുക്കണം. ഒരുമിച്ച് ഈ നാളുകളിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്തുക്കുട്ടി മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടച്ച് തലകളെ വണക്കി ദൈവത്തോടെ പ്രാർത്ഥിക്കാമല്ലോ. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഞങ്ങൾക്കൊന്നിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ ഇന്ന ദിവസം ഞങ്ങൾക്ക് ഒരുക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം. ഈ 7ാമത്തെ ദിനത്തിലും ഞങ്ങൾക്കൊന്നിച്ച് ഞങ്ങളുടെ പാദപീഠത്തിൽ വിവിധ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിപ്പാനും അങ്ങേ പാടി ആരാധിപ്പാനും നല്ല വചനങ്ങൾ കേൾക്കുവാനും കർത്താവിന് കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ തൃശ്ശൂർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഓരോ ഗ്രാമപഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്തിന്, താവേ വില്ലേജിന്, താലൂക്കുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, ഡിസ്ട്രിക്റ്റുകൾക്ക് എല്ലാ ആമനല്ലിയ ഭാരവാഹികൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താവേ, അവിടെയുള്ള ഓരോ ഭരണാധികാരികൾ ദൈവം അനുഗ്രഹിക്കണം. എല്ലാവരും ക്രിസ്തുവിനെ അറിയുന്നവരായി തീരുവാൻ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ ദൈവഭയത്തിൽ ആക്കി തീർക്കണനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ, അതേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിതങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ ജീവിപ്പാൻ അവിടെയുള്ള പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിച്ച കർത്തൃദാസനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പിന്നുള്ള ആലോചന കർത്താവെ അല്ലല്ലോ ഹന്നായുടെ ജീവിതത്തിൽ അത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് അതിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആമനല്ലല്ലോ കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നല്ലോ. അപ്രകാരം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ അനുഭവിക്കുന്ന അനുഭവങ്ങളായി മാറേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. താവേ, ഈ പ്രസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആമൻ്റെ ഭാരവാഹികളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്നെ ജനം മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. അടുത്ത പ്രോഗ്രാമുകൾ അനുഗ്രഹമായി തീരട്ടെ. ദൈവം പ്രവർത്തിക്കട്ടെ. അവനിപ്പോൾ ഞങ്ങൾ താവ എവിടെ നിർത്തുന്നു, അവിടുത്തെ സാന്നിധ്യത്തിൽ തന്നെ ജനത്തെ വഹിച്ചു കൊള്ളുമാറാകണം. പ്രാർത്ഥന ഘടനായി നന്ദി. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൂട്ടായ്മയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസ്കരണ കൂട്ടായ്മയും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും, പ്രത്യേകാൽ തൃശ്ശൂർ ജില്ലയിന്മേലും അവിടുത്തെ വരവരെയും ഇപ്പോൾ മുതൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടി ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മുടെ ഈ പ്രെയർ മീറ്റിംഗ് മുൻപോട്ട് ഉണ്ടാകും. 22-ാം തീയതി എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. 23-ാം തീയതി ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 24-ാം തീയതി കോട്ടയം ജില്ല, 25 ആലപ്പുഴ ജില്ല, 26 പത്തനംതിട്ട ജില്ല, 27 കൊല്ലം ജില്ല, 28 തിരുവനന്തപുരം ജില്ല എന്നിങ്ങനെ നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കും. തുടർന്ന് നമ്മുടെ സൂം മീറ്റിങ്ങുമുണ്ട്. അതിലൂടെ നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർപ്പിക്കും. ദൈവം സഹായിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകി തന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ തോമസ് എംപുളുവേലിയുള്ള പ്രത്യേകമായ നന്ദിയെ ഈ തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.